ഹലോ കാപ്രിക്കോൺ, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം കാപ്രിക്കോൺ സൈൻ, അതായത് മകര രാശിയിലുള്ളവർക്കുള്ള ജൂൺ മാസത്തിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. അതുപോലെ തന്നെ നിങ്ങളുടെ സൺ, മൂൺ, റൈസിങ് നോർത്തിനോട് വന്നിട്ട് ഈ ഒരു സൈനിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ്. ആ ഒരു ഇൻറ്റൻഷൻ വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യുക. ഏത് രാശിയിലോട്ടാണോ നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്നത് അത് ചൂസ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. അപ്പോൾ കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട, പേടി കൂടാതെ ഈ ഒരു റീഡിംഗ് റിലാക്സ്ഡ് ആയിട്ടിരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക. കറക്റ്റായിട്ടുള്ള എനർജീസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതാണ്, അത് ട്രസ്റ്റ് ചെയ്യുക. അപ്പം നമുക്ക് നോക്കാം കാപ്രിക്കോൺ സൈൻ മകരം രാശിക്കാർക്കുള്ള ജൂൺ മാസത്തിലോട്ടുള്ള എനർജീസ് എന്തൊക്കെയാണ്. താങ്ക് യു കാപ്രിക്കോൺ സൈൻ, താങ്ക് യു. ഇവിടെ 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഫാമിലി, ഹോം, കുടുംബം അല്ലെങ്കിൽ ഹാർട്ട് സ്പേസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇമോഷൻസ്, വൈകാരികമായിട്ടുള്ള എനർജീസ് ഈ ഒരു ഫസ്റ്റ് വീക്കിൽ ഫോക്കസിൽ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഡബിൾ എഫേർട്ട് കൊടുക്കേണ്ടി വരുന്നുണ്ടാകാം. ചിലപ്പോൾ ഫസ്റ്റ് ട്രൈ ചെയ്തു, ചിലപ്പോൾ സാധിക്കുന്നുണ്ടാകില്ല. അങ്ങനെ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ബ്ലോക്സ് വരുന്നുണ്ടെങ്കിൽ നിരാശപ്പെടാതിരിക്കുക. കുറച്ചും കൂടെ എന്താ പറയുക, നിങ്ങളുടെ എനർജി വീണ്ടെടുത്തിട്ട് പിന്നെയും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പെർസീവറൻസിൻ്റെ എനർജി ഫസ്റ്റ് വീക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് തോറ്റു പോകാതിരിക്കുക, ആ ഒരു മെൻറ്റാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റ് വീക്ക് വന്നിട്ട്. കുറച്ച് പേർക്ക് ഇത് റിലേഷൻഷിപ്സിലായിരിക്കാം, പാർട്ട്ണറായിട്ടുള്ള എനർജി എക്സ്ചേഞ്ചിലായിരിക്കാം, ഹോം ഫാമിലിയുടെ എനർജിയിലായിരിക്കാം. അപ്പോൾ കുറച്ചൊരു ഹാർഡ് വർക്കിൻ്റെ എനർജി കുറച്ച് പേർക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. യോജിച്ച് പ്രവർത്തിക്കാനായിട്ടും ശ്രമിക്കുക. സിറ്റുവേഷൻസ് ചാലഞ്ച് ചെയ്യുന്ന സമയത്ത് രണ്ടുപേരും പരസ്പരം ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ടും ശ്രമിക്കുക. അതും അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ് ഈ ഒരു ഫസ്റ്റ് വീക്ക് വന്നിട്ട്. അപ്പോൾ ലൈഫിൽ ഒത്തിരി ബ്രൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതാണ്. അതിനെ നന്നായിട്ട് മാനേജ് ചെയ്യാനായിട്ട് പഠിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. ടവറിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. ഇവിടെ സെക്കൻഡ് വീക്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എനർജീസ് വരുന്നുണ്ടാകാം. നിങ്ങളുടെ അടിത്തറ ഇളക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് കുലുക്കി ഒന്ന് ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണീപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും എനർജീസ് വരുന്നുണ്ടാകാം. നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുന്നത് കുറച്ചൊരു ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, പ്രിപ്പയർഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് മുൻകൂട്ടി എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചിട്ട് അറിവുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ശ്രദ്ധയോടുകൂടി ഫോക്കസ്ഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അത് ഈ ഒരു സമയത്ത് സഹായിക്കുന്നതാണ്. ഇൻ കേസ് എന്തെങ്കിലും ട്രബിൾസ് വരുന്നുണ്ടെങ്കിൽ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇവൻറ്റ്സ് വരുന്നുണ്ടെങ്കിലും നിങ്ങൾ പേടിക്കാതിരിക്കുക. അത് നിങ്ങളെ റീബിൽഡ് ചെയ്യാനായിട്ട്, നെക്സ്റ്റ് ഒരു ഫേസിലോട്ട് കടക്കാനായിട്ട്, മോൾഡ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ലൈഫിലോട്ട് വരുന്ന എല്ലാ അവസരങ്ങളും ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് മാറ്റാനായിട്ട് പഠിക്കേണ്ട ഒരു ടൈം പീരീഡാണ് സെക്കൻഡ് വീക്ക് വന്നിട്ട്. ഇവിടെ തേർഡ് വീക്കിൽ വന്നിട്ട് 7 ഓഫ് വോൺസിൻ്റെ എനർജിയാണ്. ഈ ഒരു വീക്കിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ട ഒരു എനർജി ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. സിറ്റുവേഷൻസ്, ഒപ്പോസിഷൻസ്, എതിർപ്പുകൾ അല്ലെങ്കിൽ ഒപ്പീനിയൻസ് ആയിരിക്കാം, പല കാര്യങ്ങൾ വരുന്നുണ്ടാകാം. അപ്പോൾ അതിനെയെല്ലാം ധൈര്യത്തോടു കൂടി എങ്ങനെയാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ലാസ്റ്റ് വീക്കിൽ ടവറാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ എന്തെങ്കിലുമൊക്കെ എനർജി, അതിൻ്റെ എന്തെങ്കിലുമൊക്കെ റിയാക്ഷൻസ് ആയിരിക്കാം ഈ ഒരു സമയത്ത് വരുന്നുണ്ടാകുക. അപ്പോൾ അവിടെയും കുറച്ചൊരു സ്ട്രോങ് ആയിട്ടിരിക്കേണ്ട ഒരു ആവശ്യം കുറച്ച് പേർക്ക് വരുന്നുണ്ടാകാം. ഇവിടെയും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എനർജിയാണ്. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർഡ് അല്ലെങ്കിൽ, നിങ്ങൾക്കറിയാം പക്ഷേ നിങ്ങൾ പ്രിപ്പറേഷൻ ഇല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് വരുന്നുണ്ടാകാം. അപ്പോൾ അത് ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. 2 ഓഫ് വോൺസിൻ്റെ എനർജി ലാസ്റ്റ് വീക്കിൽ വന്നിട്ട് ഇവിടെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ടൈം പീരീഡാണ്. എങ്ങനെ ബാലൻസ്ഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം, ഡിസിഷൻസ് എടുക്കാം, എന്ത് എനർജീസ് ഞാൻ മറ്റുള്ളവരോട് ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ എന്ത് എനർജി ഞാൻ ചൂസ് ചെയ്യണം മുന്നോട്ട്, അതെല്ലാം ഒത്തിരി നിർണായകമായിട്ടുള്ള ഒരു എനർജി കൂടെ കടന്നു പോകുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്താണുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഷെയർ ചെയ്യുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റീനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് ലവ്, റിലേഷൻഷിപ്പ്, കമ്പാഷൻ, പീസ്, സമാധാനം, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജീസും ഫോക്കസിൽ വരുന്നുണ്ടാകും. അപ്പോൾ അവിടെയും ഇമോഷണലി എന്താ പറയുക, ചാലഞ്ച് ചെയ്യുന്ന സിറ്റുവേഷൻസിലും നിങ്ങൾ എന്താ പറയുക, പെട്ടെന്ന് ബാലൻസ് നഷ്ടപ്പെടാതെ
കറക്റ്റായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതും കുറച്ച് പേരെ ഈ ഒരു സമയത്ത് സഹായിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഈ ഒരു മന്ത് വന്നിട്ട് നിങ്ങളുടെ സിഗ്നേച്ചർ അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് എനർജീസ് വർക്ക് ആകുന്നതാണ്. നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് കൊണ്ടുവരുന്നു അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള എനർജി കൊണ്ടുവരുന്നു, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പ്രത്യേകിച്ചും റിലേഷൻഷിപ്സ്, വ്യക്തിബന്ധങ്ങൾ. കുറച്ച് പേർക്ക് ഒത്തൊരുമയുണ്ടെങ്കിൽ എന്ത് പ്രശ്നങ്ങളും ഒരുമിച്ച് സോൾവ് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ചൂസ് ചെയ്യുക ഈ ഒരു സമയത്ത് വന്നിട്ട്. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മന്തിൽ ഒത്തിരി നിങ്ങളെ തളർത്തുന്ന പല സിറ്റുവേഷൻസിനും ഒരു എൻഡിങ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾ ഒത്തിരി നിങ്ങളുടേതല്ലാത്ത റീസൺസ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ റെസ്പോൺസിബിലിറ്റീസും കൂടെ നിങ്ങളുടെ ഷോൾഡറിൽ ചുമക്കുന്നുണ്ടാകാം. അപ്പോൾ അത് റിലീസ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക് ഈ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു എനർജിയാണ്, ഗ്യാസ് ലൈറ്റിംഗ് എനർജിയാണ്. ചിലപ്പോൾ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നുണ്ടാകാം, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസും ആകാം. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഒരു എൻഡിങ് കൊണ്ടുവരാനായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരു അബണ്ടന്റ് മെൻറ്റാലിറ്റിയിലിരിക്കുക, സ്ട്രോങ് ആയിട്ടിരിക്കുക. അത് നിങ്ങളെ ഈ ഒരു സമയത്ത് സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് നിങ്ങളുടെ മണി, ഫിനാൻസ്, കരിയറൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജി നോക്കാം. കാപ്രിക്കോൺ സൈൻ, മകര രാശി, ജൂൺ മാസത്തിലോട്ട്. താങ്ക് യു. ഇവിടെ വന്നിട്ട് 7 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേഷൻസ്, എന്തെങ്കിലുമൊക്കെ എനർജി എക്സ്ചേഞ്ച് ഈ ഒരു സമയത്ത് ഫോക്കസിൽ വരുന്നുണ്ട്. എന്തെങ്കിലും ടഫായിട്ടുള്ള സിറ്റുവേഷൻസ് എൻഡ് ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും നിന്നുപോയ കാര്യങ്ങൾ, അവിടെ ഒരു മൂവ്മെൻ്റ് ആയിരിക്കാം. കരിയറിൽ വന്നിട്ട് കുറേ നാളായിട്ടൊരു സ്റ്റഡി ആയിട്ടുള്ള ഒരു എനർജിയിൽ പൊയ്ക്കൊണ്ടിരുന്ന എന്തെങ്കിലും സിറ്റുവേഷനിൽ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ആയിരിക്കാം, ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കാം. അതും കുറച്ച് പേർക്ക് ഈ ഒരു മന്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. എംപററിൻ്റെ എനർജി, കുറച്ച് പേർക്ക് മണി, ഫിനാൻസ് ആയിട്ടുള്ള എനർജീസിൽ ഒത്തിരി സപ്പോർട്ട് കാണുന്നുണ്ട്. സ്ട്രോങ് ആയിട്ടിരിക്കാനായിട്ടുള്ളൊരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. ഒരു അതോറിറ്റേറ്റീവ് എനർജിയിലിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഫിനാൻഷ്യൽ സപ്പോർട്ട് അല്ലെങ്കിൽ അതുവഴി എന്തെങ്കിലുമൊക്കെ അബണ്ടൻസ് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങും കാണുന്നുണ്ട്. ലാൻഡ്, പ്രോപ്പർട്ടി, അതുവഴി എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് ആയിരിക്കാം കുറച്ച് പേർക്ക് ലൈഫിലോട്ട് വരുന്നത്. ഇവിടെ പേജ് ഓഫ് കപ്സിൻ്റെ എനർജി വരുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങളുടെ ഹെൽത്ത് വൈസ് ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഇമോഷണൽ ഹെൽത്തിൽ ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട്. കാരണം നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ലേൺ ചെയ്യുന്നതാണ്, പഠിക്കുന്നതാണ്. കുറച്ച് പേർക്ക് കുട്ടികളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരാനായിട്ടും കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. അതും നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ട്രൈ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫുഡ് ഹാബിറ്റ്സിൽ ചേഞ്ച് ആയിരിക്കാം, റുട്ടീനിൽ ചേഞ്ച് ആയിരിക്കാം. എന്തെങ്കിലുമൊക്കെ നാച്ചുറൽ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കാം. പ്രകൃതിയായിട്ട് കുറേ കൂടെ ഇണങ്ങി ജീവിക്കാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. അതും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നേച്ചറായിട്ട് കണക്ട് ചെയ്യുമ്പോൾ, ഫോറസ്റ്റ്, ട്രീസ് ആയിട്ടൊക്കെ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഊർജ്ജം വർദ്ധിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു മാസം വന്നിട്ട്. ഓക്കെ, ഇവിടെ ഏസ് ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ, ഒരു എനർജി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഹെൽപ്പായിരിക്കാം, സപ്പോർട്ടായിരിക്കാം. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ വ്യക്തിബന്ധങ്ങളിൽ, ലവ് റിലേഷൻഷിപ്പായിരിക്കാം, ഫാമിലിയിലായിരിക്കാം, അവിടെ എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അവിടെ ഒരു സപ്പോർട്ട് ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജിയും നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഒരു ന്യൂ ബിഗിനിങ് ആണ്, ന്യൂ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടും കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളിൽ. കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത്
അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടുമുട്ടുക, പരിചയപ്പെടുക, അത് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ടാകാം. 2 രീതിയിലുമാകാം. അപ്പോൾ അത് കുറച്ചൊന്ന് കെയർഫുള്ളായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഡിസിഷൻസ് എടുക്കുക. നിങ്ങളുടെ അറിവ്, നോളേജ് യൂസ് ചെയ്തിട്ട് ഡിസിഷൻസ് എടുക്കുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് നിങ്ങളുടെ അഫർമേഷൻ നോക്കാം. കാപ്രിക്കോൺ സൈൻ മകര രാശിക്കാർക്കുള്ള അഫർമേഷൻ എന്താണ് ഈ ഒരു മന്തിലോട്ടുള്ള? താങ്ക് യു. പെർസീവിയറൻസിൻ്റെ എനർജി. ഐ നോ ദാറ്റ് ഐ ക്യാൻ ഡു വാട്ട് എവർ ഐ സെറ്റ് മൈ മൈൻഡ് ടു. ഈ ഒരു മന്ത് പെർസീവറൻസിൻ്റെ എനർജി നിങ്ങളെ സഹായിക്കുന്നതാണ്. അതായത് പ്രയത്നിക്കാനായിട്ടുള്ള ആ ഒരു എനർജി. ചിലപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകില്ല, പക്ഷേ പിന്നീട് നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ഇംപ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം. അപ്പോൾ തോറ്റുപോകും അങ്ങനത്തെ പേടിയിൽ നിന്ന് മാറിയിട്ട് ഞാൻ എന്താണോ എൻ്റെ മൈൻഡിൽ ഗോൾ സെറ്റ് ചെയ്യുന്നത് അത് അച്ചീവ് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി, കഴിവുകൾ എൻ്റെ ഉള്ളിലുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് എനിക്ക് ലഭിക്കുന്നതാണ്. ആ ഒരു എനർജിയിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഡൗട്ടാണ്, സംശയത്തിൻ്റെ എനർജിയാണ്. ഇവിടെ പറഞ്ഞത് തന്നെയാണ്, ഐ റിലീസ് ദ നീഡ് ടു നോ ഓൾ ദ ആൻസേഴ്സ്. ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാകില്ല, വ്യക്തത ഉണ്ടാകില്ല, പേഷ്യൻസിൻ്റെ കുറവായിരിക്കാം. ആൻസേഴ്സ്, സൊല്യൂഷൻസ് പെട്ടെന്ന് വേണം, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻസ് അല്ലെങ്കിൽ സൊല്യൂഷൻസ് വേണം. ആ ഒരു എനർജിയിൽ ഇരിക്കുന്നത് കൊണ്ടിട്ടായിരിക്കാം പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതുവഴി നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു മാസം ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട്, ഫ്രഷ് സ്റ്റാർട്ട് കൊണ്ടുവരാനായിട്ട്, പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, സൃഷ്ടിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ അത് ട്രസ്റ്റ് ചെയ്യുക, അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് നോക്കാം. താങ്ക് യു. കാപ്രിക്കോൺ മകര രാശിയിലുള്ളവർക്കുള്ള എനർജി. താങ്ക് യു. ഓക്കെ, ഇവിടെ യമുന ദേവിയാണ് വന്നിരിക്കുന്നത്. മെയിനായിട്ട് ഈ ഒരു മന്ത് പ്യൂരിഫിക്കേഷനിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. വാട്ടർ എനർജി അത് നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് ഇത് ഇമോഷണൽ എനർജി ആയിരിക്കാം, വൈകാരികമായിട്ടുള്ള എനർജി ആയിരിക്കാം. അത് പ്യൂരിഫൈ ചെയ്യാനായിട്ട്, ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഒത്തിരി സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കോൺഷ്യസ്നെസ് ആയിട്ട് കണക്ട് ചെയ്യുക, അത് നിങ്ങളെ ഒത്തിരി സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഫ്രീ ഫ്ലോയുടെ എനർജിയാണ്. ആ ഒരു ഒഴുക്കിനൊത്ത് നീന്താനായിട്ട് ശ്രമിക്കുക, അതും നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് എന്താ പറയുക, മീനിന് ഫുഡ് കൊടുക്കുന്നത് ചില അമ്പലങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ മീനൂട്ട് എന്നൊക്കെ പറയും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ റിച്വൽസ് ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ലോട്ടസിൻ്റെ എനർജി, താമരപ്പൂ സമർപ്പിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം ദൈവത്തിൻ്റെ മുന്നിൽ, അതെല്ലാം കുറച്ച് പേരെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സെൽഫ് പ്യൂരിഫിക്കേഷൻ, ജോയ് ഓഫ് ഡിവൈൻ പ്ലേഫുൾനെസ്, അബ്സോർപ്ഷൻ ഇൻ സ്പിരിച്വൽ ട്രൂത്ത്, അറ്റാച്ച്മെൻറ്റ് ടു ഗോഡ്സ് പേഴ്സണൽ ഫോം. ഇവിടെ കുറച്ചും കൂടെ നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട്, ഹീലിങ്ങിന് വേണ്ടിയിട്ട് എന്താ പറയുക, സ്റ്റെപ്സ് എടുക്കാനായിട്ടാണ് പറയുന്നത്. അത് നിങ്ങളെ ഒത്തിരി സഹായിക്കുന്നതാണ്. കുറച്ചും കൂടെ ഒരു സ്നേഹം, ഒരു പ്ലേഫുൾ എനർജി ആയിട്ടും കണക്ട് ചെയ്യുക. നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിന് കുറച്ചൊന്ന് ഫോക്കസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. സ്പിരിച്വൽ ട്രൂത്ത്, ആത്മീയമായിട്ടുള്ള സത്യങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ഒരു മന്ത് നിങ്ങളെ ഒത്തിരി സഹായിക്കുന്നതാണ്. കുറച്ചും കൂടെ എഗെയിൻ നിങ്ങളുടെ ഡിവോഷൻ, നിങ്ങളുടെ ആ ഒരു ആത്മീയത അതായിട്ട് കണക്ട് ചെയ്യാനായിട്ടാണ് പറയുന്നത്. മെഡിറ്റേഷൻ നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഈവൽ ആയി, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ എന്നറിയില്ല, അപ്പോൾ അങ്ങനത്തെ ദൃഷ്ടിദോഷം, അങ്ങനത്തെയൊക്കെ എനർജീസ് ഉണ്ടെങ്കിൽ കുറച്ചൊരു ശ്രദ്ധ ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ പ്യൂരിഫിക്കേഷൻ എനർജി ആയിട്ട് എല്ലാ ദിവസവും കണക്ട് ചെയ്യുക. കുറച്ച് പേർക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് ആയിരിക്കാം, ഇപ്പോൾ ഡമറൂൻ്റെ സൗണ്ട് അല്ലെങ്കിൽ ബെൽസിൻ്റെ സൗണ്ട് അല്ലെങ്കിൽ വാട്ടർ തെറാപ്പി ആയിരിക്കാം. 2 നേരം കുളിക്കാനായിട്ട് ശ്രമിക്കുക, സോൾട്ട് ബാത്ത് എടുക്കാനായിട്ട് ശ്രമിക്കുക. അതെല്ലാം നിങ്ങളെ പ്യൂരിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കാരണം നിങ്ങൾ ഒത്തിരി എനർജീസ് അബ്സോർബ് ചെയ്യുന്നതാണ്. നിങ്ങളുടേതല്ലാത്ത പല എനർജീസും നിങ്ങൾ വലിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അത് സമയാസമയങ്ങളിൽ നിങ്ങളോട് പ്യൂരിഫൈ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടാണ് ഈ ഒരു മന്ത് നിങ്ങളോട് പറയുന്നത്. കണ്ടോ, സ്ലെയർ ഓഫ് ഡീമൺസ്, പരശുരാമൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, വാരിയർ സ്പിരിറ്റിൻ്റെ എനർജി ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. നമുക്ക് നോക്കാം കൂടുതലായിട്ട് ഈ ഒരു ഫുൾ മൂൺ എനർജി നിങ്ങളുടെ ലൈഫിൽ എന്താണ് കൊണ്ടുവരുന്നത് നോക്കാം. താങ്ക് യു. ഫുൾ മൂൺ എനർജി കാപ്രിക്കോൺ മകര രാശിക്കാർക്ക്.
ഗോ ഡീപ്പർ. എഗെയിൻ ആ ഒരു സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എനർജിയാണ്. കുറച്ചും കൂടെ ഡീപ്പായിട്ട് ആഴത്തിൽ കുറച്ചും കൂടെ ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടാണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുന്നത്. എല്ലാത്തിൻ്റെയും ഡീപ്പർ മീനിങ്സ്, ആത്മീയമായിട്ടുള്ള വശം കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു കാര്യം സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ റീസൺ എന്തായിരിക്കും, അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഡീടോക്സിഫൈ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. പ്യൂരിഫിക്കേഷൻ, അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക ഈ ഒരു സമയത്ത്. പ്രത്യേകിച്ചും ഇമോഷൻസ്, ചിലപ്പോൾ ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ ഒത്തിരി ഇമോഷണലായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. സർഫസ് ലെവലിലോട്ട് ഒത്തിരി കാര്യങ്ങൾ പൊങ്ങി വരുന്നുണ്ടാകാം. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു ഇമോഷൻസ് എന്താണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്, മനസ്സിലാക്കുന്നത്, അതായിട്ട് കുറച്ചും കൂടെ കണക്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് ആത്മീയമായിട്ടുള്ള എനർജി ആയിരിക്കാം. ഒത്തിരി ഡീപ്പായിട്ട് സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടാകുന്നതും ആകാം. കണ്ടോ ഇവിടെ ബാക്കിൽ അറ്റ്യൂൺ ടു ദ ഡിവൈൻ. അപ്പോൾ അത് നിങ്ങളെ കുറച്ചും കൂടെ ഡിവൈനായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ലീവ് ദ പാസ്റ്റ് ബിഹൈൻഡ്, പാസ്റ്റിലെ എനർജീസ് ലെറ്റ് ഗോ ചെയ്യാനായിട്ട്, ഹീൽ ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് നിങ്ങളെ ഒത്തിരി സഹായിക്കുന്നതാണ്. ശിവൻ്റെ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആ ഒരു എനർജി, ആ ഒരു പിക്ചർ, അതൊക്കെയായിട്ട് കണക്ട് ചെയ്യുന്നത് ഈ ഒരു മന്ത് നിങ്ങളെ ഒത്തിരി സഹായിക്കുന്നതാണ്. ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എനർജീസ് ചൂസ് ചെയ്യുക ഈ ഒരു സമയത്ത് വന്നിട്ട്. നെക്സ്റ്റ് നിങ്ങളുടെ ന്യൂ മൂൺ എനർജീസ് നോക്കാം. എന്ത് എനർജീസ് ആണ് വരുന്നത്? താങ്ക് യു. ഈ ഒരു ന്യൂ മൂൺ ടൈമിൽ എഗെയിൻ വാട്ടർ ആയിട്ടുള്ള എനർജിയാണ്. ഫ്ലോ ലൈക്ക് വാട്ടർ. കുറച്ചും കൂടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യാനായിട്ടുള്ള എനർജീസാണ് വരുന്നത്. കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയാണ് വരുന്നത്. കുറച്ച് പേർക്ക് വാട്ടറായിട്ട് കണക്ട് ചെയ്യുന്ന സിറ്റുവേഷനും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മ്യൂസിക്, ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, ഈ ഒരു ന്യൂ മൂൺ ടൈമിൽ നിങ്ങൾ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യണ സമയത്ത്, സങ്കല്പം മനസ്സിൽ കൊണ്ടുവരുന്ന സമയത്ത് മ്യൂസിക്കിൻ്റെ സപ്പോർട്ടും കൂടെ നേടാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട്, ബാലൻസ്ഡ് ആയിട്ട് നിർത്താനായിട്ട് ഈ ഒരു സമയങ്ങളിൽ നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഡീപ്പായിട്ടുള്ള എന്തെങ്കിലും ഇമോഷണൽ ഗ്രീഫ്, എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങളിൽ കൂടെ കുറച്ച് പേര് പോകുന്നുണ്ടാകും. അത് ഹീൽ ചെയ്യാനായിട്ട് ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുക. അതായത് അത് ഹീൽ ചെയ്യാനായിട്ടുള്ള ഒരു സങ്കല്പം മനസ്സിൽ കൊണ്ടുവരാനായിട്ടാണ് ഈ ഒരു ന്യൂ മൂൺ ടൈമിൽ നിങ്ങളോട് പറയുന്നത്. അതോടൊപ്പം തന്നെ കുറച്ചും കൂടെ ഇൻവേർഡായിട്ട് നിങ്ങളുടെ ഉള്ളിലോട്ട് തിരിയാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ചുറ്റും എന്താണ് നടക്കുന്നത് അതിൽ ഫോക്കസ് ചെയ്യാതെ നിങ്ങളുടെ ഉള്ളിലെ ഓരോ എനർജീസും ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ബ്രെത്ത് ആയിരിക്കാം, നിങ്ങളുടെ ഇമോഷൻസ് ആയിരിക്കാം. അപ്പോൾ അത് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. അതും ഈ ഒരു ന്യൂ മൂൺ ടൈമിൽ നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ചും കൂടെ ഹാർമണി, പീസ് കൊണ്ടുവരാനായിട്ടും കുറച്ച് പേരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇവിടെ നെക്സ്റ്റ് വന്നിട്ട് റീഡിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഈ ഒരു ന്യൂ മൂൺ ടൈമിൽ കൂടുതൽ നോളേജ് നേടുന്നത്, ബുക്സായിട്ട് കണക്ട് ചെയ്യുന്നത് നിങ്ങളെ ഒത്തിരി സഹായിക്കുന്നതാണ്. കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ടായിരിക്കാം. ചിലപ്പോൾ ഉറക്കമില്ലായ്മ അങ്ങനത്തെ എനർജീസൊക്കെ വരുമ്പോൾ ബുക്ക് വായിച്ചിട്ട് കിടക്കാനായിട്ട് ശ്രമിക്കുക. നല്ല നല്ല ഇൻഫർമേഷൻസ് നൽകുന്ന, ഹാപ്പിനെസ് നൽകുന്ന അല്ലെങ്കിൽ സ്പിരിച്വൽ ബുക്സ് ആയിരിക്കാം. അത് വായിച്ചിട്ട് കിടക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങളുടെ സ്ലീപ്പ് പാറ്റേൺസിൽ കുറച്ചൊരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അല്ലെങ്കിൽ ജ്ഞാനം നേടാനായിട്ടായിരിക്കാം, അറിവ് നേടാനായിട്ടായിരിക്കാം ബുക്സ് നിങ്ങളെ ഈ ഒരു സമയത്ത് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് നോക്കാം. മകരരാശിക്കാർക്കുള്ള ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ് ഈ ഒരു ജൂൺ മാസത്തിൽ? താങ്ക് യു. ഇവിടെ പീസ് ആൻഡ് ഹാർമണി, വിൻഡ് ചൈംസിൻ്റെ എനർജിയാണ്. ശാന്തി, സമാധാനത്തിൻ്റെ എനർജി വരുന്നുണ്ട്. താങ്ക് യു. ഇവിടെ താങ്ക് ഗോഡ്, സെലിബ്രേഷൻ, ഫൺ, എൻജോയ്മെൻറ്റിൻ്റെ എനർജി വരുന്നുണ്ട്. ഒത്തിരി സന്തോഷം, ലവ്, ഹീലിങ്ങിൻ്റെ എനർജി വരുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന എന്തെങ്കിലും എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങും ആകാം. ചിലപ്പോൾ നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു സമയത്ത് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതുമാകാം. കുറച്ച് പേർക്ക് ആദ്യം പറഞ്ഞ പോലെ തന്നെ റിലേഷൻഷിപ്പിൽ ഒരു പ്യൂരിഫിക്കേഷൻ ആയിരിക്കാം, ഒരു പീസ് ആൻഡ് ഹാർമണിയുടെ എനർജി ആയിരിക്കാം. കുറച്ച് പേർക്ക് ഗ്രൂപ്പായിട്ട് ചേർന്നിട്ട് ഫൺ എനർജി, സെലിബ്രേഷൻ്റെ എനർജി, അതെല്ലാം കുറച്ച് പേർക്ക് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിൽ വന്നിട്ട് ക്യാരറ്റിൻ്റെ എനർജിയാണ്. ഓപ്പർച്യൂണിറ്റി ഓർ വിൻഡ്ഫോളിൻ്റെ എനർജി, അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് കുറച്ച് പേർക്ക്. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ടായിരിക്കാം. അതിന് വേണ്ടിയിട്ടുള്ള പാത കുറച്ച് പേർക്ക് ഓപ്പൺ ആകുന്നതായിരിക്കാം ഈ ഒരു സമയത്ത് വന്നിട്ട്. താങ്ക് യു. നിങ്ങളുടെ ഫൈനൽ എനർജീസ് നോക്കാം. കാപ്രിക്കോൺ, മകരരാശിക്കാർക്കുള്ള മെയിൻ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്? താങ്ക് യു.
6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. ഇവിടെ കുറച്ച് പേർക്ക് ഹെൽപ്പ് ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ലവ്, റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, സുരക്ഷിതത്വമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഹെൽപ്പ് ലഭിക്കുന്നതായിട്ട്, റൂട്ട് ചക്ര ബാലൻസിലോട്ട് വരാനായിട്ട് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി, അവസരം ഉണ്ടാകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പേടി, വിഷമം, അവിടെ കുറച്ചൊരു ബാലൻസ് കൊണ്ടുവരാനായിട്ടുള്ള അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റിയാണ്. അത് നിങ്ങളെ കുറച്ചും കൂടെ കോൺഫിഡൻസിൻ്റെ എനർജി ആയിട്ട് ടാപ്പ് ഇൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്ങും ആയിരിക്കാം. ജഡ്ജ്മെൻറ്റിൻ്റെ എനർജി. കുറച്ച് പേർക്ക് ഇത് അഗെയിൻ പേഴ്സണൽ പ്യൂരിഫിക്കേഷനാണ്. നിങ്ങളുടെ ഉള്ളിലെ എന്തെങ്കിലുമൊക്കെ ജഡ്ജ്മെൻറ്റ് എനർജി, നിങ്ങളെ വിമർശിക്കുന്നതായിരിക്കാം, വേറെ വ്യക്തികളെ വിമർശിക്കുന്നതായിരിക്കാം, അത് റിലീസ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നതാണ്. ഇവിടെ അഗെയിൻ ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഒത്തിരി ഹീലിംഗ് എനർജി കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ 4 ഓഫ് കപ്സ്, ഇതിലും എന്തെങ്കിലുമൊക്കെ ഓപ്പർച്യൂണിറ്റി, അവസരം, ന്യൂ ബിഗിനിങ്, ന്യൂ എനർജീസ് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇമോഷണലി. ഓക്കെ, അത് നിങ്ങളെ കുറച്ചും കൂടെ ബോൾഡായിട്ട് മാറ്റുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സ്ട്രോങ് ആയിട്ട് മാറ്റുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു മന്ത് വന്നിട്ട്. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ജൂൺ മാസത്തിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.